ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി തലശ്ശേരി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബിരിയാണിക്ക് വേണ്ട മസാലയും ഗീ റൈസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മൾ മസാലയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നോക്കുന്നത്. ഒരു 6 മീഡിയം സൈസ്ഡ് വലിയുള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു വലിയ 3 തക്കാളി, പിന്നെ പുതിനയില, മല്ലിയില. പുതിനയിലയും മല്ലിയിലയും കുറച്ച് അധികം വേണം കേട്ടോ. അപ്പോൾ അതിനൊക്കെ മുന്നേ ആദ്യം നമ്മൾ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. പിന്നെ ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ മസാലാസും കൂടണം കേട്ടോ. പിന്നെ ഉപ്പും ചിക്കൻ മസാലയും ഗരം മസാലയും ഇത്രയും പൗഡേഴ്സ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് അവിടെ വെക്കുക. ഹാഫ് ലെമൺ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബിരിയാണിക്ക് മസാല ഉണ്ടാക്കാനുള്ള ചിക്കൻ്റെ മാരിനേഷനാണിത്. എത്രത്തോളം വെക്കുന്നു അത്രത്തോളം മസാല പിടിച്ചോളൂ. ഒരു 1/2-3/4 മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷം ഒരു പാൻ എടുത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് എണ്ണ ചൂടായിട്ട് നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡായി കഴിയുമ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ബാക്കി എല്ലാ ചിക്കനും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാൻ എടുക്കുക. ചിക്കൻ പൊരിച്ച അതേ എണ്ണയിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 6 മീഡിയം സൈസ് ആയിട്ടുള്ള വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. ഓൾറെഡി നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനിൽ ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ ഈ വലിയ ഉള്ളിക്ക് വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഉള്ളി നന്നായി വഴന്ന് വന്നതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക. തക്കാളി ഉള്ളിയും നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 6 പച്ചമുളക് ചതച്ചതും കൂടി ഇട്ടിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഗരം മസാല ഇതും കൂടി ഇട്ടിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്ത് നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നന്നായി യോജിപ്പിക്കാം. മസാലയും ചിക്കനും നന്നായി മിക്സ് ആയി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം കുറച്ചിട്ട് മൂടി വെച്ച് കുറച്ച് നേരം അങ്ങനെ വെക്കാം. എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നമുക്കതങ്ങനെ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഗീ റൈസിലോട്ടുള്ള ഐറ്റംസൊക്കെ നോക്കാം. ഒരു ചെറിയ വെള്ളുള്ളി സ്ലൈസ് ചെയ്തത്, പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, 4 പച്ചമുളക്, പിന്നെ ബേ ലീവ്സ് ഇത്രയുമാണ് ആവശ്യം. ആദ്യം നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക നമ്മൾ ബിരിയാണി പോട്ടിലോട്ട്. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കറുവപ്പട്ട, അതിനുശേഷം ഗ്രാമ്പു, അതിനുശേഷം നമ്മൾ ബേ ലീവ്സ്, ബാക്കിയുള്ള ഗ്രാമ്പും കൂടി ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. സ്പൈസസ് ഒക്കെ നന്നായി മൂത്ത് വരുമ്പോൾ അതിലോട്ട് നമ്മൾ വെള്ളിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്രൗണിഷ് ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നപ്പോഴും അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമുളക് ഒന്ന് മാറുമ്പോൾ നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പാകത്തിനാക്കി വെച്ച വെള്ളമായിരുന്നു. ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് അരിക്ക് ഓരോ കപ്പ് അരിക്ക് 1.5 കപ്പ് വീതം 4.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് പാത്രത്തിലാണ് നമ്മൾ അരി അളവെടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ അല്ലെങ്കിൽ അതേ കപ്പിൽ തന്നെ ആയിരിക്കണം നമ്മൾ വെള്ളത്തിൻ്റെ അളവെടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് കുറയാനും പാടില്ല കൂടാനും പാടില്ല. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മളുടെ അരി ഇട്ട് കൊടുക്കുക. അളന്ന് വെച്ചിട്ടുള്ള അരി ഒന്ന് ഹൈ ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം മൂടി വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ഹാഫ് ലൈമും കൂടെ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഓൾമോസ്റ്റ് വെള്ളം ഒന്ന് വറ്റാറാകുമ്പോഴാണ് നമ്മൾ ഈ നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നത്. അരികൾ നമ്മൾ ഒട്ടാതിരിക്കാൻ നമ്മളത് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗീ റൈസ് റെഡി. ആ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് കാഷ്യൂസും റൈസിൻസും കൂടെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ബേസ് നമുക്ക് നമ്മളെ ഗീ റൈസ് കൊടുക്കാം. ബേസ് കൊടുത്ത് സെറ്റ് ചെയ്യുന്ന ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല അടുത്ത ബേസ് കൊടുക്കുക. പിന്നെ അതിന് മുകളിൽ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച് കാഷ്യൂസും റൈസിൻസും കൂടി ഇട്ടാം.
ആ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ലെയർ കൊടുക്കുകയാണ്. അടുത്ത് നമ്മൾ റൈസിൻ്റെ ലെയർ തന്നെ കൊടുക്കുകയാണ്. ഇതേ പ്രോസസ്സ് റിപ്പീറ്റ്. റൈസ് കഴിഞ്ഞ് മസാല കഴിഞ്ഞ് മല്ലിയില പുതിനയില, അതിന് ശേഷം കാഷ്യൂസും റൈസിൻസും. അങ്ങനെ ഞാനൊരു 3 തട്ടാണ് റെഡിയാക്കിയിരിക്കുന്നത്. എല്ലാ പണിയും കഴിഞ്ഞ് ബിരിയാണി ദമ്മിടാൻ വേണ്ടി ഇങ്ങനെ ലെയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഇത് ചെയ്യുമ്പം. അങ്ങനെ 2 ലെയറിന് ശേഷം 3rd ലെയർ റൈസും കൂടി ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് മല്ലിയില പുതിനയില കൂടി ഇട്ടിടുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് കാഷ്യൂസ് റൈസും കൂടിയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ അലുമിനിയം ഫോയിൽ കൊണ്ട് ദം ചെയ്തെടുക്കുകയാണ്. അലുമിനിയം ഫോയിൽ വെച്ച് പിന്നെ അതിൻ്റെ ലിഡും കൂടെ വെച്ച് ഒന്ന് ക്ലോസ് ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അപ്പം ഓൾ സെറ്റ് ബിരിയാണി സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ദമ്മൊക്കെ തുറന്ന് നമ്മൾ ബിരിയാണി കാണാൻ തന്നെ നല്ല രസമുണ്ട്. നല്ല എമ്മി ആയിരുന്നു കേട്ടോ. നല്ല റിവ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഈ ബിരിയാണിക്ക്. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. എല്ലാവരും ഇപ്പം തലശ്ശേരി ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിലും എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സെർവ് ചെയ്യുന്നതിന് മുന്നേ മസാലയും റൈസും നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയുന്ന പ്രതീക്ഷയോടെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.